ഇപ്പം നമ്മൾ ഈ റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അതുപോലെ തന്നെ ഡെപ്തും കണ്ടെത്തി. 3 ക്രൈറ്റീരിയ നോക്കിയിട്ട് അതിന് ഏറ്റവും വലിയ വാല്യൂ എടുത്തിട്ട് ഡെപ്തും കണ്ടെത്തി. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ കാൽക്കുലേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ നമുക്കത് ഒറ്റ തവണ കണ്ടാൽ മതി, ഒരു സൈഡിൽ മാത്രം കണ്ടാൽ മതി. കാരണം സ്ക്വയർ അതിന് 2 സൈഡും എന്താ ഒരുപോലെയാണ്. പക്ഷേ ഇത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോങ്ങർ ഡയറക്ഷനും അതുപോലെ തന്നെ ഷോർട്ട് ഡയറക്ഷനും രണ്ടും സെപ്പറേറ്റ് തന്നെ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യണത് ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. സ്റ്റെപ്പ് 6 ഫോർ ലോങ്ങർ ഡയറക്ഷൻ. ഫോർ ലോങ്ങർ ഡയറക്ഷൻ നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ IS 456 2000 പേജ് നമ്പർ 96 പ്രകാരം ഒരു ഇക്വേഷൻ ഉണ്ട്. MU നമുക്ക് മൊമെൻ്റ് അറിയെങ്കിൽ ഏരിയ കണ്ടെത്താൻ, ഏരിയ ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് അൾട്ടിമേറ്റ് മൊമെൻ്റ് അറിയെങ്കിൽ അൾട്ടിമേറ്റ് മൊമെൻറ്റും അതുപോലെ തന്നെ ഏരിയ ഓഫ് സ്റ്റീലിനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് MU = 0.87 F5 AST D × 1 - AST FY/BD FCK, ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ പ്രോബ്ലം ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം XU/D കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. XU/D എന്ന് പറഞ്ഞിട്ട് ലിവർ ആം കണ്ടെത്തിയിട്ട് നമ്മൾ മൊമെൻറ്റ് കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ XU/D = 1.2 - 1.44 - 6.6 MU/FCK BD² (1/2) എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ആദ്യം XU/D കണ്ടെത്തി. അതിനുശേഷം ലിവർ ആം കണ്ടെത്തിയിട്ട് നമ്മൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് കുറച്ചും കൂടി സിമ്പിൾ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, AST കണ്ടെത്താം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്തത്. അപ്പോൾ MU = 0.87 Fi AST D × 1 - AST FI/BD FCK. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ലോങ്ങർ ഡയറക്ഷൻ അതുപോലെ ഷോർട്ടർ ഡയറക്ഷൻ രണ്ട് സെപ്പറേറ്റ് കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെയാണ് നമ്മളെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൂട്ടിങ്. അപ്പോൾ ലോങ്ങർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൊമെൻറ്റ് ഇങ്ങനെയാണ് നമ്മൾ എന്താ കൊടുക്കുന്നത്, റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ലോങ്ങർ ഡയറക്ഷൻ. അപ്പോൾ ഈ ലോങ്ങർ ഡയറക്ഷനിലേക്ക് വേണ്ട റെയിൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ സൈഡിലൂടെയുള്ള ബെൻഡിങ് മൊമെൻറ്റ്, അതായത് MUX ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ MUX = 0.87 Fi AST D × 1 - AST FI/BD FCK എന്ന് വരും. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 FY ഇവിടെ വരുന്നത് 415 ആണ്. AST നമുക്കറിയില്ല, AST × D എന്ന് പറയുന്നത് നമ്മൾ ലോങ്ങർ ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലോങ്ങർ ഡയറക്ഷനിലെ ഇഫക്റ്റീവ് ഡെപ്ത് എടുക്കണം. നമ്മൾ ആദ്യം പറഞ്ഞു ലോങ്ങർ ഡയറക്ഷൻ അതുപോലെ ഷോർട്ടർ ഡയറക്ഷൻ ഇഫക്റ്റീവ് ഡെപ്ത് രണ്ടും വ്യത്യാസം ഉണ്ടാവും. ഈ കേസിൽ ലോങ്ങർ ഡയറക്ഷനിലെ ഇഫക്റ്റീവ് ഡെപ്ത് എടുക്കണം. 667 × 1 - AST അറിയില്ല × 415 / B എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വിടുത്താക്കി എടുക്കേണ്ടത് 1800 ആണ്. MUX അല്ല, അപ്പോൾ X ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 ആണ് നമ്മളിവിടെ B ആയിട്ട് എടുക്കേണ്ടത്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ 667 × FCKൻ്റെ വാല്യൂ 20. അപ്പോൾ MUXൻ്റെ വാല്യൂ, MUX നമ്മൾ ഓൾറെഡി കണ്ടെത്തി. X ഡയറക്ഷനിലുള്ള MU എന്ന് പറഞ്ഞാൽ 539.08 kN ആണ്. അതിനെ നമുക്ക് MM മാറ്റാം. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ASTൻ്റെ വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ASTൻ്റെ വാല്യൂ 2332.54 mm² കിട്ടി. ഇത്രയാണ് ടോട്ടൽ, ഇത്രയാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പെർസെൻറ്റേജിലേക്ക് മാറ്റാം. ഇതിൻ്റെ പെർസെൻറ്റേജ്, അപ്പോൾ ഇത്ര ഏരിയയാണ് നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര ഏരിയയാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്ര പെർസെൻറ്റേജ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ എത്രയാണ് അവിടെ റിക്വയർഡ് എന്നുള്ളത് നോക്കാം. 100 × AST/BD. അപ്പം 100 ASTൻ്റെ വാല്യൂ 2332.54 / B എന്ന് പറഞ്ഞാൽ 1800, D എന്ന് പറഞ്ഞാൽ 667. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.192 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ മിനിമം നമ്മൾ അവിടെ കൊടുത്തിരിക്കണം ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾ. അപ്പോൾ നമ്മളിവിടെ എത്ര പെർസെൻറ്റേജ് കൊടുത്തത്, നമ്മളിതിൻ്റെ എന്താ പറയുക, വൺ വേ ഷിയർ ചെയ്യുന്ന സമയത്ത് ആ ടേബിൾ 19 നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ടേബിൾ 19 നമുക്ക് പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ സെലക്ട് ചെയ്യേണ്ടിയിരുന്നു. അതിനാവശ്യമായിട്ട് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അസ്യൂം ചെയ്യേണ്ടിയിരുന്നു.
അപ്പോൾ നമ്മളവിടെ ഒരു അസംഷൻ ആയിട്ട് എടുത്തത്, നമ്മളവിടെ എടുത്ത വാല്യൂ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 0.25 ആണ്. അപ്പോൾ ആ ഒരു 0.25 ആണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ ഡിസൈനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഈ 0.25 എന്ന് പറയുന്നതിനെക്കാളും ചെറുതാണ് റിക്വയർഡ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ അധികമാണ് കൊടുത്തത്. അപ്പോൾ നമ്മളത് എന്താണ്, ഡിസൈൻ സേഫാണ്. അപ്പോൾ 0.25% കുറവാണ്. ഈ 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊവൈഡഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണ്. നമ്മൾ കൊടുത്തത് 0.25. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് 1 വേ ഷെയർ കണ്ടെത്തുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെൻസ് പി ടി ഈസ് ഈക്വൽ ടു 0.25 എന്നുള്ള വാല്യൂ എന്താണ്, ഓക്കെയാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ 0.25 എന്ന് പറഞ്ഞ വാല്യൂ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി എത്രയാണ് കൊടുത്തതെന്ന്, നമ്മളിപ്പോൾ എത്രയാണ് AST പ്രൊവൈഡ് ചെയ്ത് നോക്കാം. therefore actual AST എന്ന് പറഞ്ഞാൽ PT ഇൻറ്റു BD ഡിവൈഡ് ബൈ 100 എന്ന് വരും. അപ്പോൾ 0.25 ഇൻറ്റു 1800 ഇൻറ്റു 667 ഡിവൈഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് 3001.5 mm² കിട്ടി. അതായത് നമ്മൾ 0.25 കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഏരിയ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. 3001.5 mm² നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമുക്ക് റിക്വയർഡ് എത്ര മാത്രമായിരുന്നു, AST റിക്വയർഡ് എന്ന് പറഞ്ഞാൽ 2332.54 ആണ്. അതിനെക്കാളും കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഡിസൈൻ എന്താണ്, ഓക്കെയാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരു മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ്, ആ മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് അതും കൂടി നമുക്കൊന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ്, മിനിമം എത്രയാണ് റെയിൻഫോഴ്സ്മെൻറ്റ്, നമ്മൾ സ്ലാബിൻ്റെ പോലെ തന്നെയാണ് ഇവിടെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ 0.12% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ അല്ലെങ്കിൽ ഗ്രോസ് ഏരിയ. അപ്പോൾ അതിൻ്റെ 0.12% ആണ് നമ്മളവിടെ മിനിമം റെയിൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ 0.12 എന്ന് എടുക്കാൻ കാരണം നമ്മൾ HYST FE 415 സ്റ്റീൽ യൂസ് ചെയ്തതിനോടാണ്. ഇനി 250 ആണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിൽ 0.15 എടുക്കേണ്ടി വരും. ഇവിടെ 0.12 മതി. അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് 0.12% അല്ല വേണ്ടത്, 1800 ഇൻറ്റു ക്രോസ് സെക്ഷൻ ആയിരുന്നു. ഗ്രോസ് എന്ന് പറയുന്ന സമയത്ത് ഗ്രോസ് ആയിട്ടുള്ള ഓവറോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 750 ആണ്, ഡിവൈഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് 1620. അപ്പോൾ മിനിമം അവിടെ ഇത്ര എണ്ണെങ്കിലും ഉണ്ടായിരിക്കണം. അതിനേക്കാളും കൂടുതലാണ് നമ്മൾ AST പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള AST ഈ 3001.5 mm² നമ്മളെ AST എന്താണ്, അവിടെ ഓക്കെയാണ്. ഇതാണ് AST പ്രൊവൈഡഡ്. ഹെൻസ് AST പ്രൊവൈഡഡ് ഈസ് ഓക്കെ. AST പ്രൊവൈഡഡ് that is 3001.5 mm² ഈസ് ഓക്കെ എന്ന് പറയാം. ഇനി നമുക്കിതിന് സ്പേസിങ് കണ്ടെത്തണം. നെക്സ്റ്റ് സ്പേസിങ് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, ലോങ്ങർ ഡയറക്ഷനിലുള്ള റെയിൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഈ ലോങ്ങർ ഡയറക്ഷൻ നമ്മൾ ഈ ഒരു വിഡ്ത്തിലേക്കാണ്, ഈ 1.8 എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഡ്ത്തിലേക്കാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ബാസ്, ഇപ്പോൾ ഒരു 10 നമ്പർ ഓഫ് ബാസ് ഉണ്ടെങ്കിൽ ഈ 10 നമ്പർ ഓഫ് ബാസ് നമ്മൾ ഈ ഒരു ഡെപ്തിലാണ് ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു വിഡ്ത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് സ്പേസിങ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ B ആയിട്ട് എടുക്കേണ്ടത് എന്താ, ഈ 1.8 എന്നുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്പേസിങ് നോക്കാം. അപ്പോൾ സ്പേസിങ് കാണണമെങ്കിൽ B ഇൻറ്റു AST ഓഫ് 1 ബാർ ബൈ ടോട്ടൽ AST, അതല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ B എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, B എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വിഡ്ത്തിലേക്ക് 1.8 എന്ന് പറഞ്ഞ വിഡ്ത്തിലേക്കാണ് അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ B ആയിട്ട് എടുക്കേണ്ടത് 1.8 ആണ്. അതിന് MM-ലേക്ക് മാറ്റാം. 1800 ഇൻറ്റു AST ഓഫ് ബാർ എന്ന് പറഞ്ഞാൽ ഒരു ബാറിൻ്റെ ഡയമീറ്റർ 16 mm² ആണ്. അപ്പോൾ 1/4 16² ഡിവൈഡ് ബൈ AST പ്രൊവൈഡഡ്. AST പ്രൊവൈഡഡ് എത്രയായിരുന്നു, 3001.5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 120.5 mm എന്ന് കിട്ടും. അപ്പോൾ നമ്മളിതിൽ നിന്ന് റൗണ്ട് ചെയ്താൽ താഴോട്ടാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത്, 120 mm എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ലോങ്ങർ ഡയറക്ഷണൽ റെയിൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, സോ പ്രൊവൈഡ് 16 mm ബാർസ് at 120 mm center to center in longer direction. ഇപ്പോൾ ലോങ്ങർ ഡയറക്ഷനിൽ 16 mm ബാർസ് അറ്റ് 120 mm സ്പേസിങ്ങിൽ വേണം കൊടുക്കാൻ. അതായത് ഇതാണ് നമ്മുടെ ഫൂട്ടിംഗ് എങ്കിൽ ലോങ്ങർ ഡയറക്ഷനിൽ നമ്മൾ ബാസ് ഇങ്ങനെ കൊടുക്കണം. ഈ ബാസിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 60 mm 5 ആണ്, അറ്റ് 120 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഇങ്ങനെ വേണം നമ്മൾ ബാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ ഷോർട്ടർ ഡയറക്ഷനിൽ നോക്കാം.
നെക്സ്റ്റ് ഷോർട്ടർ ഡയറക്ഷനിലേക്ക് എത്ര ബാർ വേണം, അതിൻ്റെ സ്പേസിങ് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫോർ ഷോർട്ടർ ഡയറക്ഷൻ, ഷോർട്ടർ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ഫിഗർ, ഫുട്ടിങ് കോളം. ഇനി ഷോർട്ടർ ഡയറക്ഷൻ എത്ര ബാർസ് കൊടുക്കണം, അതായത് ഇങ്ങനെ എത്ര ബാർസ് കൊടുക്കണം എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഇനി കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാർസ് കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനുള്ള ഈ മൊമെൻ്റാണ്, MUY ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഈ ഒരു ബെൻഡിങ്ങിന്, ഈ വൈ ഡയറക്ഷൻ വരുന്ന ഈ ഒരു ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ബാർസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, MUY സെയിം, MUY എന്താണെന്ന് അറിയാം. ഇനി AST ആണ് കണ്ടെത്തുന്നത്. അപ്പോൾ MUYയും AST നമ്മൾ ഇക്വേഷൻ നേരത്തെ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ 0.87 FY AST D ഇൻറ്റു 1 മൈനസ് AST FY ബൈ FCK BD. അപ്പോൾ ഇതിൽ MUY എന്ന് പറയുന്നത് വൈ ഡയറക്ഷൻ ഉള്ളത് 269.54 ഇൻറ്റു 10⁶ ആണ്. 0.87 FY എന്നുള്ളത് നമ്മൾ 415 ആണ്. ഇൻറ്റു AST നമുക്കറിയില്ല. D എന്ന് പറയുന്നത് ഷോർട്ടർ ഡയറക്ഷനിലെ എഫക്റ്റീവ് ഡെപ്ത്. അപ്പോൾ ഷോർട്ടർ ഡയറക്ഷനിലെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 651 ആണ്. ഇൻറ്റു 1 മൈനസ് AST ഇൻറ്റു FY എന്ന് പറഞ്ഞ വാല്യൂ 415 ഡിവൈഡ് ബൈ FCK 20. ബി എന്താ എടുക്കേണ്ടത്, ഇവിടെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലല്ലേ കൊടുക്കുന്നത്. ഈ 3.6 അലോങ് 3.6ലൂടെയാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്നത് 3600 എടുക്കണം. 3600 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 651. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AST എന്ന് പറയുന്നത് AST is equal to 1158.6 mm² കിട്ടി. അപ്പോൾ ഇത്രയാണ് അവിടെ റിക്വയർഡ് AST എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് എത്രയാണെന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്ടർ ഡയറക്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ബിക്ക് വരുന്ന വ്യത്യാസം. ഷോർട്ടർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഈ ഒരു അലോങ് 3.6 ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ 3.6 ആണ്, അപ്പം വിടുത്ത് ബി ആക്കി എടുക്കേണ്ടത്. ഇനി ലോങ്ങർ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങർ ഡയറക്ഷനിലാണ് ബാസ് വെക്കുന്നത്. അപ്പോൾ ഈ 1.8 എന്ന് പറഞ്ഞ ആ ഒരു വിടുത്തിലൂടെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് 1.8 ആണ് എടുക്കുന്നത്. അത് മാത്രം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് AST റിക്വയർഡ് എന്ന് പറയുന്നത്, റിക്വയർഡ് AST എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. നമ്മൾ എത്രയാണ് PT പ്രൊവൈഡ് ചെയ്തത്, PT റിക്വയർഡ് എത്രയാണെന്ന് നോക്കാം. AST റിക്വയർഡ് ഇത്രയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ PT റിക്വയർഡ് എന്ന് പറയുന്നത് 100 ഇൻറ്റു ഇതിൻ്റെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നതാണ് AST ബൈ BD. അപ്പോൾ 100 ഇൻറ്റു AST എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയ 1158.6 ഡിവൈഡ് ബൈ BD. B എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 3600 ആണ് ഇൻറ്റു D. ആ ഒരു ഡെപ്തിൽ ആ 3600 എന്ന് പറഞ്ഞ വീതിയിലും D എന്ന് പറയുന്ന ഡെപ്തിലുള്ള ആ ഒരു ക്രോസ് സെക്ഷനിലേക്കാണ് നമ്മൾ ഈ ഒരു റെയിൻഫോഴ്സ്മെൻറ്റ് മൊത്തം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് 3600 ഇൻറ്റു D എന്ന് പറയുന്നത് 651. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.49% കിട്ടും. അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്ത PT എത്രയാണ്, അപ്പോൾ ദിസ് വാല്യൂ PT റിക്വയർഡ് ഈസ് ലെസ് ദാൻ PT പ്രൊവൈഡഡ്. നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 0.25 ആണ്. അപ്പോൾ നമ്മൾ ഈ റിക്വയർഡ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്തതിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസൈൻ എന്താണ്, സേഫാണ്. PT provided equal to 0.25%. Hence design is okay. അപ്പോൾ ആക്ച്വൽ AST പ്രൊവൈഡഡ് എത്രയാണ്, AST പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ PT പ്രൊവൈഡഡ് എത്രയാണ്, അപ്പോൾ 0.25% അല്ലേ ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ. ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ 3600 ഇൻറ്റു D എന്ന് പറയുന്നത് 651. അത് ചെയ്യുന്ന സമയത്ത് 5859 mm² കിട്ടും. ഇതാണ് അവിടെ നമ്മൾ ടോട്ടൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള AST, ഷോർട്ടർ ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള AST. അപ്പോൾ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്ത AST നമുക്ക് ആവശ്യമുള്ള മിനിമം ASTനേക്കാളും കൂടുതലാണോ എന്നും കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പം മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് നോക്കാം. മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് എത്രയാണെന്ന് നോക്കാം. മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് ഇൻ കേസ് ഓഫ് FE 450 0.12% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ. ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയൻ്റെ 0.12% ആണ്. അപ്പോൾ നോക്കാം, 0.12 ഇൻറ്റു
ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് സൈഡ് 3600, പിന്നെ താഴോട്ടുള്ള ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ആണ്. അപ്പോൾ ഓവറോൾ ഡെപ്ത് നോക്കണം 750. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമുക്ക് വാല്യൂ കിട്ടും 3240 mm². അപ്പോൾ മിനിമം ഇത്ര എന്നെങ്കിലും AST ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ. അപ്പോൾ സോ AST പ്രൊവൈഡഡ് ഈസ് ഗ്രേറ്റർ ദാൻ AST മിനിമം അല്ലേ? നമ്മൾ പ്രൊവൈഡ് ചെയ്ത AST എന്ന് പറഞ്ഞത് 5859 mm² എന്നല്ല. സോ AST പ്രൊവൈഡഡ് ഈസ് ഗ്രേറ്റർ ദാൻ AST മിനിമം വേണ്ട ASTനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്താ നമ്മുടെ ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഓക്കെയാണ്. ഹെൻസ് ഓക്കെ. ഇനി നമുക്കിതിൻ്റെ സ്പേസിങ് ഓഫ് ബാർസ് കണ്ടെത്തണം. ഇനി നെക്സ്റ്റ് സ്പേസിങ് ഓഫ് ബാർസ്. അപ്പോൾ സ്പേസിങ് ഓഫ് ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിരുന്നു? സ്പേസിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ B × AST of 1 bar AST 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ AST. അപ്പോൾ ഇവിടെ B എന്ന് പറയുന്നത് എന്താ? ഫിഗർ നോക്കിയാൽ നമ്മൾ ഈ ഒരു 3.6 എന്ന് പറഞ്ഞ സൈഡിലാണ് നമ്മളത് മൊത്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഷോർട്ടർ ഡയറക്ഷനിലാണ് അത് വെക്കുന്നതെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ 3.6 മീറ്ററിലൂടെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ B എന്ന് പറഞ്ഞാൽ ഇവിടെ 3.6 ആണ്. ഇൻറ്റു AST എന്ന് പറയുന്നത് AST 5 എന്ന് പറയുന്നത് 5/4 × 16² ഡിവൈഡ് ബൈ 5859. ഇത് ചെയ്യുന്ന സമയത്ത് 123.54 mm എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം? പ്രൊവൈഡ് 16 mm ഡയമീറ്റർ ബാർസ് അറ്റ് 120 mm സെൻറ്റർ ടു സെൻറ്റർ എന്ന് കിട്ടി. അപ്പോൾ പ്രൊവൈഡ് 16 mm ഡയ ബാർസ് at 120 mm center to center in short direction. അപ്പോൾ നമുക്ക് എത്രയാണ് AST വേണ്ടത്, ലോങ്ങർ ഡയറക്ഷനിൽ എത്ര AST വേണ്ടത്, ഷോർട്ടർ ഡയറക്ഷനിൽ എത്ര AST വേണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരയ്ക്കണം. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. ഇത് എങ്ങനെയാണ് നമ്മൾ അതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, എത്ര സ്പേസിങ്ങിൽ എവിടെയൊക്കെ ആയിട്ടാണ് അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. അത് ക്ലോസ് 34.31 അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഡിസൈൻ സ്റ്റെപ്സ് പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ടു വേ ആണ്, അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ ആണ്. ഇതാണ് നമ്മുടെ ഒരു കേസ് വരുന്നത്. അതിൽ ABCD എന്ന് പറഞ്ഞിട്ടുള്ള 3 കേസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ 1 വേ ആണ്. ഫോർ സ്ക്വയർ ആണെങ്കിൽ എങ്ങനെയാണ്, 1 വേ ഫോർ റെക്റ്റാങ്കിൾ എങ്ങനെയാണ്, 2 വേ ഫോർ സ്ക്വയർ ആണെങ്കിൽ എങ്ങനെയാണ്, 2 വേ ഫോർ റെക്റ്റാങ്കിൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ 2 വേ റെക്റ്റാങ്കുലർ എന്ന് പറഞ്ഞൊരു കേസാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ 2 വേ റെക്റ്റാങ്കിൾ നമുക്ക് ഷോർട്ടർ ഡയറക്ഷൻ ലോങ്ങർ ഡയറക്ഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ ലോങ്ങർ ഡയറക്ഷൻ അപ്പോൾ ആ ക്ലോസ് പ്രകാരം റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ ലോങ്ങർ ഡയറക്ഷൻ shall be distributed uniformly across the full width of the footing. അപ്പോൾ ഇത് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 വേ ആണ്. 2 വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് റേഷ്യോ എന്ന് പറഞ്ഞത് 2-ൽ കുറവാണെങ്കിൽ അതിനെ നമ്മൾ 2 വേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസ് 2 വേ ആണ്, അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ ആണ്. അപ്പോൾ റെക്റ്റാങ്കുലർ ആവുന്ന സമയത്ത് ലോങ്ങർ ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റ്, ഇതാണ് ലോങ്ങർ ഡയറക്ഷനിൽ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റ്. അത് അതിൻ്റെ അക്രോസ് ഫുൾ വിഡ്ത്ത്, ഈ ഫുൾ വിഡ്ത്തിൽ അത് ഈക്വൽ ആൻഡ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ സ്പേസിങ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 16 mm 5 ബാർസ് അറ്റ് എത്രയായിരുന്നു ആ ഒരു സ്പേസിങ്, 120 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളത് ചെയ്തപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു 60 mm 5 ബാർസ് അറ്റ് 120 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത്
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ടർ ഡയറക്ഷനിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. ഷോർട്ടർ ഡയറക്ഷനിലാവുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ ഷോർട്ടർ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് നോക്കിയാൽ, നമ്മൾ സെൻട്രൽ ബാൻഡ് കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ സെൻട്രൽ ബാൻഡിൽ കുറച്ച് ടോട്ടൽ ഷോർട്ടർ ഡയറക്ഷനിൽ വേണ്ട റെയിൻഫോഴ്സ്മെൻറ്റ് കുറച്ച് ഭാഗം നമ്മൾ സെൻട്രലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ആ സെൻട്രൽ ബാൻഡിൽ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ളത് ആ സെൻട്രൽ ബാൻഡിൻ്റെ പുറത്ത് ഔട്ടർ ബാൻഡിൽ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഷോർട്ടർ ഡയറക്ഷനിലെ റെയിൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ ബാൻഡ് ഈക്വൽ ടു width of footing shall be considered. അതായത് നമ്മുടെ ഫൂട്ടിങ് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഷോർട്ടർ ഡയറക്ഷനിൽ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഷോർട്ടർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം നമ്മൾ സെൻട്രൽ ഒരു ബാൻഡ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു സെൻട്രൽ ബാൻഡ് കൺസിഡർ ചെയ്ത് ഈ സെൻട്രൽ ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് ഈ കേസിൽ 1.8 മീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ബാൻഡിൻ്റെ വിഡ്ത്ത് 1 മീറ്റർ ആയിരിക്കും. അപ്പം ആ ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്തിന് ഈക്വൽ ആയിട്ടുള്ളൊരു സെൻട്രൽ ബാൻഡ് നമ്മളിവിടെ കൺസിഡർ ചെയ്യും. എന്നിട്ട് ടോട്ടൽ ഷോർട്ടർ ഡയറക്ഷൻ എത്ര റെയിൻഫോഴ്സ് വേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തി. ആ റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മളിവിടെ സെൻട്രൽ ബാൻഡിൽ പ്രൊവൈഡ് ചെയ്യും ഒരു പെർട്ടിക്കുലർ സ്പേസിങ്. ബാക്കിയുള്ളത് ഔട്ടർ പുറത്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇനി സെൻട്രൽ ബാൻഡിൽ എത്രയാണ് റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ സെൻട്രൽ ബാൻഡ് എത്രയെന്ന് കണ്ടെത്തണം. അപ്പോൾ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ സെൻട്രൽ ബാൻഡിൽ എത്രയാണ് റെയിൻഫോഴ്സ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ ഷോർട്ടർ ഡയറക്ഷൻ. Total reinforcement in shorter direction is equal to 2 by beta plus 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ടോട്ടൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഷോർട്ടർ ഡയറക്ഷനിലെ ടോട്ടൽ റെയിൻഫോഴ്സ്മെൻറ്റും അതുപോലെ സെൻട്രൽ ബാൻഡിൽ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ 2 by beta plus 1 എന്നാണ്. അപ്പോൾ ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞാൽ ലോങ് സൈഡ് ബൈ short side of footing. Long side by short side of footing. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ കേസിൽ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലോങ് സൈഡ് എന്ന് പറയുന്നത് 3.6 മീറ്ററും ഷോർട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ 1.8 മീറ്ററുമാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ കേസിൽ ബീറ്റേൻ്റെ വാല്യൂ 2 ആണ് വരിക. അപ്പോൾ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ സെൻട്രൽ ബാൻഡ് ഡിവൈഡ് ബൈ ടോട്ടൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ ഷോർട്ടർ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ 5859 is equal to 2 by beta plus 1. ബീറ്റേൻ്റെ വാല്യൂ 2 ആണ് പ്ലസ് 1. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻട്രൽ ബാൻഡിലെ റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 3906 mm² കിട്ടും. സോ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ സെൻട്രൽ ബാൻഡ് is equal to 3906 mm² കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും? സെൻട്രലിൽ പ്രൊവൈഡ് ചെയ്യും. റിമൈനിങ് ആയിട്ടുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഔട്ടർ സൈഡിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ദിസ് റെയിൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ സെൻട്രൽ ബാൻഡ് of 1.8 meter width. അപ്പം സ്പേസിങ് നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ എത്ര സ്പേസിംഗ് ആണ് കൊടുക്കുകയെന്ന് നോക്കാം. സ്പേസിംഗ് ഓഫ് 60 mm ഡയാ ബാർസ് അറ്റ് സെൻട്രൽ ബാൻഡിൽ കൊടുക്കേണ്ട ഏരിയ കിട്ടി. അത് എത്ര സ്പേസിംഗ് ആണെന്നും കൂടി നോക്കാം. അറ്റ് സെൻട്രൽ ബാൻഡ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ ഇതാണ് നമ്മൾ സെൻട്രൽ ബാൻഡ്. അപ്പോൾ സെൻട്രൽ ബാൻഡിൻ്റെ ബി എന്ന് പറഞ്ഞാൽ ഈ 1.8 മീറ്ററിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവിടെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1.8 മീറ്റർ ആയിരിക്കും. ഇൻറ്റു 1.8 ഇൻറ്റു π/4 16². അപ്പോൾ ടോട്ടൽ ഏരിയ ആ സെൻട്രൽ ബാൻഡിൽ കൊടുക്കുന്ന ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 3906 ആണ്. അത് ചെയ്യുന്ന സമയത്ത് 92.65 mm എന്ന് കിട്ടും. ഇപ്പോൾ റൗണ്ട് ചെയ്താൽ 90 mm എന്ന് കിട്ടും. സോ പ്രൊവൈഡ് 60 mm ഡയാ ബാർസ്
അറ്റ് 90 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? സെൻട്രൽ ബാൻഡിൽ കൊടുക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ ഔട്ടർ ബാൻഡിൽ കൊടുക്കണം. ബാലൻസ് ഏരിയ ഓഫ് സ്റ്റീം ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഔട്ടർ ബാൻഡ്. ബാക്കിയുള്ളത് ഔട്ടർ ബാൻഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഔട്ടർ ബാൻഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ ബാലൻസ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടർ ഡയറക്ഷനിൽ മൊത്തം വേണ്ടിയിരുന്നത് 5859 ആണ്. അതിന്ന് 3906 നമ്മൾ സെൻട്രൽ ബാൻഡിൽ കൊടുത്താൽ ബാക്കി റിമൈനിങ് എന്ന് പറയുന്നത് 1953 mm² ആണ്. ഇത്രയും നമ്മൾ എവിടെ കൊടുക്കണം? ബാക്കി ഔട്ടർ സൈഡിൽ കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ എങ്കിൽ ഇനി ബാക്കിയുള്ളത് നമ്മൾ ഈ രണ്ട് ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കിട്ടുന്ന ലെങ്ത്ത് പറയുന്നത് മൊത്തം 3.6 ആയിരുന്നു. അതിന് 1.8 സെൻറ്ററിൽ പോയി. അപ്പോൾ ബാക്കി രണ്ട് ഭാഗത്തും കൂടി നമുക്കിനി ബാക്കി ഒരു 1.8 മീറ്ററും കൂടി ഉണ്ട്. ഇവിടെ 1.8ൻ്റെ പകുതി, ഇവിടെ 1.8ൻ്റെ പകുതി. അപ്പോൾ മൊത്തത്തിൽ നമുക്കിനി 1.8 നീളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള റെയിൻഫോഴ്സ്മെൻറ്റ്, ബാലൻസ് റെയിൻഫോഴ്സ്മെൻറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്പേസിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്പേസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബി എന്ന് പറയുന്നത് 1800 ആണ്. അതായത് സെൻട്രൽ ബാൻഡ് പോയി ബാക്കിയുള്ളത് 3.6 നിന്ന് 1.8 സെൻട്രൽ ബാൻഡ് പോയി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ 1.8 ആണ്. അപ്പോൾ 1800 ഇൻറ്റു 5/4 16² ഡിവൈഡഡ് ബൈ 1953. അത് ചെയ്യുന്ന സമയത്ത് 185.3 mm² കിട്ടി. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കുക? 180 mm കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സ്പേസിംഗ് എന്ന് പറയുന്നതൊക്കെ എന്താ? 300 mm കുറവാണ് നമ്മളിവിടെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ മിനിമം 300 mm കൂടുതലാവരുത് സ്പേസിങ്. അപ്പോൾ നമ്മളിവിടെ കണ്ടതൊക്കെ 300 mm കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസൈനൊക്കെ ഓക്കെയാണ്. അപ്പോൾ മാക്സിമം സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 300 mm ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തതൊക്കെ 300 mm കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എന്താ? സേഫാണ്. അപ്പോൾ നമ്മൾ ഔട്ടർ ബാൻഡിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രൊവൈഡ് 16 mm ഡയാ ബാർ അറ്റ് 180 mm സെൻറ്റർ ടു സെൻറ്റർ ഫോർ ദി ഔട്ടർ ബാൻഡ്. ഔട്ടർ ബാൻഡിൽ നമ്മൾ 60 mm 180 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിൽ പുറത്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിത് ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. നമുക്കിവിടെ ഡെവലപ്മെൻറ്റ് ലെങ്ത്, ആവശ്യത്തിനുള്ള ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസിങ് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത്. ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത്. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെ പറ്റി പറയുന്നത് ക്ലോസ് 26.2.1 പേജ് നമ്പർ 42 IS 456 പേജ് നമ്പർ 42 അതിൻ്റെ ഇക്വേഷൻ പറയുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ LD എന്ന് പറഞ്ഞാൽ 5 സിഗ്മ S/4 ടോ BD എന്നാണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. ടോ BD എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബോണ്ട് സ്ട്രെസ്സാണ്. നമുക്കിനി നോക്കാം അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് ടോ BD എന്ന് പറയുന്നത് ഡിസൈൻ ബോണ്ട് സ്ട്രെസ്സാണ്. അത് ടേബിളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോ BDൻ്റെ വാല്യൂ എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ടോ BD എന്ന് പറഞ്ഞാൽ ഡിസൈൻ ബോണ്ട് സ്ട്രെസ്സാണ്. അത് നമ്മൾ ടേബിൾ 26.2.1.1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അതിൽ കൊടുത്തത് ഇങ്ങനെയാണ്. നമ്മുടെ ടേബിൾ എന്ന് പറഞ്ഞാൽ ഗ്രേഡ്, ഓരോ ഗ്രേഡിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേഡ് അതുപോലെ തന്നെ ടോ BD Newton/mm² ആണ് യൂണിറ്റ് കൊടുത്തത്. അപ്പം M20 ആണെങ്കിൽ എന്താ, M25 ആണെങ്കിൽ എന്താ, M30 ആണെങ്കിൽ എന്താ, M35 ആണെങ്കിൽ എന്താ, M40 ആൻഡ് എബോവ് ഇങ്ങനെയാണ് കൊടുത്തിട്ട്. അപ്പോൾ M20 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1.2 ആണ്. M25 ആണെങ്കിൽ 1.4 ആണ്. M30 ആണെങ്കിൽ 1.5 ആണ്. M35 ആണെങ്കിൽ 1.7ഉം M40 ആൻഡ് എബോവ് ആണെങ്കിൽ 1.9. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോണ്ട് സ്ട്രെസ് കൊടുത്തത്.
അപ്പോൾ ഈ ഒരു ബോണ്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മൈൽഡ് സ്റ്റീലിന് ബാധകമായിട്ടുള്ളതാണ് ഈ ബോണ്ട് സ്ട്രെസ് എന്ന് പറഞ്ഞത്. ഇൻ കേസ് നമ്മൾ ഇനിയിപ്പോൾ ഡിഫോംഡ് ബാസ് അല്ലെങ്കിൽ Fe415 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ടേബിളിൽ തന്നെ ബോണ്ട് സ്ട്രെസ് എടുത്താൽ പോരാ, അതിൻ്റെയും കാര്യം ഒരു 16% കൂടുതൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർ ഡിഫോംഡ് ബാസ്, ഇതൊക്കെ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫോർ ഡിഫോംഡ് ബാസ് these values will be increased by 60%. അതായത് നമ്മൾ Fe415 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ 1.82 എടുക്കുന്നതിന് പകരം അതിൻ്റെ ഒരു കൂടെ എന്തൊരു 60% കൂടി നമ്മൾ അധികം എടുക്കണം. അതായത് 1.2 × 1.6 എടുക്കണം നമ്മൾ. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ടെൻഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇനി കംപ്രഷനാണ്, നമ്മുടെ ബാസ് കംപ്രഷൻ ആണെങ്കിൽ ആ വാല്യൂ ഒരു 25 ടൈംസും കൂടി അധികം ഇൻക്രീസ് ചെയ്യണം. അതായത് ഇതിപ്പോൾ സാധാരണ ടെൻഷൻ ആണെങ്കിൽ Fe250 ആണെങ്കിൽ ഈ വാല്യൂവിനെ ഡയറക്റ്റ് എടുത്താൽ മതി. സാധാരണ ടെൻഷൻ തന്നെ Fe415 ആണെങ്കിൽ ഈ വാല്യൂസ് ഇൻറ്റു 1.6 വരും. ഇൻ കേസ് അതൊരു നമ്മുടെ ബാസ് കംപ്രഷൻ ആണെങ്കിൽ അതിന് കൂടെ ഇൻറ്റു ഒരു 1.25 കൂടി വരും. അത് മനസ്സിലാക്കി വെക്കുക, അത് ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെവലപ്മെൻറ്റ് ലെങ്ത് LD 5 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 16 mm 5 ആണ്. സിഗ്മ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പെർമിസിബിൾ സ്ട്രെസ്. അപ്പോൾ സ്റ്റീലിൻ്റെ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 0.87 Fy ആണ്. ഡിവൈഡ് ബൈ 4 ഇൻറ്റു ടോ ബി ഡി എന്ന് പറയുന്നത്. ടോ ബി ഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ കേസിൽ നമ്മളത് എത്രയായിരുന്നു? M20 ആണ്. M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 1.2 വരും. M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 1.2 വരും. പിന്നെ Fe415 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 60% അധികം കൺസിഡർ ചെയ്യണം. സോ 1.6 ഇൻറ്റു 1.2 ആണ് നമ്മുടെ ടോ ബി ഡി വരും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് LDNൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 652.18 mm എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും ഡെവലപ്മെൻറ്റ് ലെങ്ത് അവിടെ കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ബോണ്ട് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുക്കാനുള്ള ഒരു ലെങ്ത്ത് നമുക്ക് അവിടെ അവൈലബിൾ ആണോ എന്ന് നോക്കണം. അപ്പോൾ അവൈലബിൾ ലെങ്ത് ഓഫ് ബാർസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ്. അവിടെ ഈ ഒരു 752.18 mm കൊടുക്കാനായിട്ട് ആവശ്യമായ അവൈലബിൾ ലെങ്ത് ഉണ്ടോ നോക്കാം. അപ്പോൾ അവൈലബിൾ ലെങ്ത് ഓഫ് ബാർസ് നോക്കാം. അപ്പോൾ നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ്. നമ്മളൊരു കോളം ഇങ്ങനെ വരും, ആ കോളത്തിന് താഴെയായിട്ട് നമ്മുടെ ഫൂട്ടിങ്ങും വരും. അപ്പോൾ നമ്മൾ ഷോർട്ടർ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 1.8 മീറ്റർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ 0.3, ഈ ഒരു ഭാഗത്ത് 0.3 അല്ലേ കറസ്പോണ്ടിങ്, 1.8ന് കറസ്പോണ്ടിങ് 0.3, 3.6ന് കറസ്പോണ്ടിങ് 0.6, അങ്ങനെയാണ് നമ്മളിതിനെ പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇവിടെ 0.3 വരും. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമായിരിക്കും. ഈ രണ്ട് ഭാഗത്ത് ഇത്രയും മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോളം വരും, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുറച്ചൊരു ഇത് കൊടുക്കണം, ക്ലിയർ കവർ കൊടുക്കണം. ക്ലിയർ കവർ 75 mm കൊടുത്തിട്ടുണ്ട്. ക്ലിയർ കവർ 75 mm കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ലെങ്ത് ഫോർ ബാർ എന്ന് പറയുന്നത് അവൈലബിൾ ലെങ്ത് ഫോർ ബാർ എന്ന് പറയുന്നത് ടോട്ടൽ 1800 ആയിരുന്നു. അതിൽ 300 mm കോളമാണ്, 300 mm കോളാണ്. ബാക്കി നമ്മൾ എന്തുണ്ട്? 300 mm കോളാണ്. അപ്പോൾ അതിൻ്റെ തന്നെ പകുതിയെ നമുക്ക് ഒരു സൈഡിലേക്ക് കിട്ടുള്ളൂ. ഒരു സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 2 വരും. പിന്നെ മൈനസ് ഒരു 75 mm എന്തിനും പോയി? ക്ലിയർ കവറിനും പോയി. അപ്പോൾ ടോട്ടലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 675 mm നമുക്ക് ഉള്ളൂ. അപ്പോൾ ദീസ് വാല്യൂ ഇസ് ലെസ് ദാൻ ഡെവലപ്മെൻറ്റ് ലെങ്ത്. മിനിമം ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെക്കാളും കുറവാണ് ഈ വാല്യൂ. ഇതെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് എത്ര വേണ്ടിയിരുന്നു? കറക്റ്റായിട്ടുള്ള ബോണ്ട് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് 652.18 mm വേണ്ടിയിരുന്നു. പക്ഷേ നമുക്ക് ഓൾറെഡി അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 675 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമായ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെക്കാളും കുറവാണ് അവിടെ സ്പേസിംഗ്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഡിൽ എന്ത് ചെയ്യണം? ആ എൻഡ് ഒന്ന് വളച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ലെങ്ത്തിൽ അവിടെ ബാസിനെ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഒന്ന് വളച്ച് അവിടെ എൻഡിൽ അവിടെ അവസാനിപ്പിക്കുന്നതിന് പകരം ഒന്നുകൂടി അതൊന്ന് വളച്ച് വെക്കുക. അപ്പോൾ 90 ഡിഗ്രി ബെൻഡറ്റ് എൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് കിട്ടും. അപ്പോൾ നോക്കാം. സോ പ്രൊവൈഡ് 90 degree bend at the free end of the reinforcement. ഫ്രീ എൻഡ് ഓഫ് ദി റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എന്ത് കൊടുക്കുക? ഒരു 90 ഡിഗ്രി ബെൻഡ് കൊടുക്കുക.
As per IS 456, as per IS provisions, anchorage value of 90-degree bend is equal to 8.5. ഇപ്പോൾ ഒരു 90 ആയിട്ടുള്ള ബെൻഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള ആങ്കറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 8.5 ആണ്. അത് നമ്മൾ IS കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 8.5 എന്ന് പറഞ്ഞാൽ 8 × 60, അതായത് 128 mm ആണ് അവിടെ ആങ്കറേജ് വാല്യൂ വരുന്നത്. അപ്പോൾ ടോട്ടൽ ആങ്കറേജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടോട്ടൽ ആങ്കറേജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് അതായത് ഈ ഒരു സ്പേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 675 വരും. പിന്നെ ബെൻഡ് ചെയ്തിട്ടുള്ള ബാക്കി ആങ്കറേജ് ലെങ്ത് 128 വരും. അപ്പോൾ ടോട്ടൽ ആങ്കറേജ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആങ്കറേജ് 128 ആണ്. 128 പ്ലസ് 675 അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് രണ്ടും കൂടി ഉണ്ടായതാൽ 803 mm കിട്ടും. അപ്പോൾ മൊത്തത്തിൽ അവിടെ 803 mm നമുക്ക് ലെങ്ത്ത് കിട്ടി. അതെന്തിനെക്കാളും ഗ്രേറ്റർ ആണ്, നമുക്ക് ആവശ്യമായ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെക്കാളും കൂടുതലാണ്. അപ്പോൾ അതെന്താണ്? ഹെൻസ് ഓക്കെ. അപ്പോൾ അങ്ങനെ 90 ഡിഗ്രി ബെൻഡും കൂടി കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് നമ്മളെ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ കാര്യം ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫിഗർ വരയ്ക്കണം. അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കണം. ഫിഗർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ഫൂട്ടിങ് ആദ്യം വരയ്ക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഫൂട്ടിങ്. അതിനുള്ളൊരു കോളം ഉണ്ട്. കോളത്തിൻ്റെ ഒരു സൈഡ് 0.3, ഒരു സൈഡ് 0.6. ഇതിൻ്റെ ഒരു 1.8ഉം ഇത് 3.6. ഇതാണ് നമ്മൾ. ഇനി നമുക്കിതൊരു പ്ലാൻ വ്യൂ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്ലാൻ വ്യൂ വരയ്ക്കണം, സെക്ഷനും കാണിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് എന്താണ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ ഡയറക്ഷൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടെത്തി. ലോങ്ങർ ഡയറക്ഷൻ ആവുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. അത് ഈക്വലായിട്ട് അതിൻ്റെ വിഡ്ത്തിൽ കംപ്ലീറ്റും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ലോങ്ങർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ലോങ്ങർ ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കും, ഈക്വലായിട്ട് കൊടുക്കും. എൻഡ് വരെ കൊടുക്കില്ല. കാരണം എന്താ, ഇവിടെ നമ്മളൊരു ക്ലിയർ കവർ കൊടുക്കണ്ടേ. ഒരു ക്ലിയർ കവർ 75 mm വേണ്ട. അതുപോലെ ഈ സൈഡിലും ക്ലിയർ കവർ 75 mm വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈക്വലായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 mm 5 ലോങ്ങർ ഡയറക്ഷനാണ്. 16 mm 5 അറ്റ് 120 mm സെൻറ്റർ ടു സെൻറ്റർ. അങ്ങനെ നമ്മൾ ലോങ്ങർ ഡയറക്ഷനിൽ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ടർ ഡയറക്ഷനിൽ കൊടുക്കണം. അപ്പോൾ ഷോർട്ടർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഒരു ബാൻഡ് കൺസിഡർ ചെയ്യണം. സെൻറ്റർ ബാൻഡ് കൺസിഡർ ചെയ്യണം. 1.8 വീതിയുള്ളൊരു സെൻറ്റർ ബാൻഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ സെൻറ്റർ ബാൻഡിൽ നമ്മൾ കുറച്ച് റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. സെൻറ്റർ ബാൻഡിൽ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് എത്രയായിരുന്നു? 16 mm 5 അറ്റ് 90 mm സെൻറ്റർ ടു സെൻറ്റർ ആണ് സെൻറ്റർ ബാസിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മൾ നമ്മുടെ ബാസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്ത ബാസ്. സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്ത ബാസ് എന്ന് പറഞ്ഞാൽ 16 mm 5 അറ്റ് 90 mm സെൻറ്റർ ടു സെൻറ്റർ. 90 mm സെൻറ്റർ ടു സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെൻറ്റർ ബാൻഡിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി എവിടെ കൊടുക്കണം? ബാക്കി ഔട്ടർ ബാസിൽ കൊടുക്കണം. ഔട്ടർ ബാസിൽ എത്രയായിരുന്നു കൊടുക്കേണ്ടത്? 16 mm 5 180 mm സ്പേസിംഗ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസിങ്ങിലാണ് ഏറ്റവും സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ ഇവിടെ 2 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ബാൻഡിൽ കൊടുക്കുന്നത് 16 mm 5 അറ്റ് 180 mm സെൻറ്റർ ടു സെൻറ്റർ. അതുപോലെ തന്നെ ഇവിടെയും 16 mm 5 അറ്റ് 180 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡീറ്റെയിലിംഗ് ഫിഗർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്ലാൻ വ്യൂ ആണ്. ഇത് നമ്മൾ സെക്ഷൻ വ്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ കോളം വന്നിട്ട് ഫൂട്ടിംഗ് ആയിട്ട് കമ്പൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഷോർട്ടർ ഡയറക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത് 1.8 മീറ്റർ. ഇപ്പോൾ ഷോർട്ടർ ഡയറക്ഷനിലുള്ള റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിങ് എന്തായിരുന്നു? ഷോർട്ടർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 16 mm 5 അറ്റ് 180 mm ഔട്ടർ ബാൻഡിലും 90 mm സെൻട്രൽ ബാൻഡിൽ ആ ഒരു സ്പേസിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഷോർട്ടർ സൈഡ് ആയതുകൊണ്ട് നമ്മൾ ഷോർട്ടർ ഡയറക്ഷൻ നോക്കുന്ന സമയത്ത് ഷോർട്ടർ ഡയറക്ഷനിലുള്ള ബാർ ഇങ്ങനെ കാണും. ഷോർട്ടർ ഡയറക്ഷനിലുള്ള ബാസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും.
ഇത് ഷോർട്ടർ ഡയറക്ഷൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. 180 മീറ്റർ അല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിലേക്കും അത് 180 mm സ്പേസിങ്ങിലായിരിക്കും. ഇതിൻ്റെ നടുവിലേക്ക് പോകും തോറും ഈ പ്ലാൻ പോലെ രണ്ട് എൻഡിലും 180 mm ആയിരിക്കും. നടുവിലേക്ക് വരുന്തോറും വളരെ ക്ലോസ് ആയിട്ട് 90 mm സ്പേസിങ്ങാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതി വെക്കാം. ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് 16 mm 5 bars at 180 mm spacing, 90 mm center to center distance at outer band and 90 mm center to center distance at central band. ആ ഒരു രീതിയിലാണ് ഈ റെഡ് കളറുള്ള ബാർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ മുകളിലായിട്ട് ലോങ്ങർ ഡയറക്ഷനുള്ള ബാർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ മുകളിലായിട്ട് ലോങ്ങർ ഡയറക്ഷനുള്ള ബാർ വെക്കുന്നതാണ് നമ്മൾ. ലോങ്ങർ ഡയറക്ഷനുള്ള ബാർ ഈ ഒരു ബാർ എന്ന് പറഞ്ഞാൽ 16 mm 5 at 120 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ ആ ബാറും പ്രൊവൈഡ് ചെയ്യും. ടോട്ടൽ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഓവറോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 740 mm ആണ്. അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷണൽ ഡീറ്റെയിലിംഗ് കാണിച്ച് പ്ലാൻ വ്യൂ കാണിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിലിംഗ് കാണിച്ച്. അപ്പോൾ ഇത്രയും വരയ്ക്കണം. അപ്പോൾ ഈ 7 സ്റ്റെപ്പും കണ്ടെത്തണം, ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെ ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഡീറ്റെയിലിംഗ് ഫിഗറും വരച്ച് കഴിഞ്ഞാൽ റെക്ടാംഗുലർ ഫ്ലൂട്ടിംഗ് ഡിസൈനിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി.